എൻ്റെ പേര് ആയിഷ. ഭർത്താവ് മലേഷ്യയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. പോയിട്ടിപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി. ഇടയ്ക്കൊന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞാൽ ആൾ കേൾക്കില്ല. അവിടെ ആളില്ല, വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയാറ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലതും നടന്നില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാകില്ല. അത് ഞാൻ അയാളോട് തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുമുണ്ട്. അത് അയാൾക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ്. അപ്പോഴൊക്കെ അയാളുടെ മറുപടി, നീ വല്ലതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ് എന്നായിരുന്നു. എത്രയെന്ന് വെച്ചാൽ ഈ പഴം പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് നടക്കുക. വീട്ടിലിപ്പോൾ ഞാനും മൂപ്പരുടെ ഉപ്പയും ഉമ്മയും പിന്നെ അങ്ങേരുടെ ഒരു വയ്യാത്ത അനിയനുമാണുള്ളത്. പിന്നെ ഞങ്ങളുടെ 10 വയസ്സുള്ള മകനും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലറ ചില്ലറ ചുറ്റിക്കളിയൊക്കെ എനിക്കുണ്ടായെങ്കിലും ആരെയും ഇതുവരെ അകത്തേക്ക് ക്ഷണിച്ചിട്ടില്ല. കുറേ ആളുകൾ അതിൻ്റെ അടുത്ത് വരെ എത്തിയെങ്കിലും ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. കൂടെ പഠിച്ച കുറേ എണ്ണം ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരുത്തിക്ക് എല്ലാത്തിനും കൂട്ടുനിന്നതും ഞാനായിരുന്നു. വേണമെങ്കിൽ അതിലൊന്ന് ഞാൻ പറയാം. എൻ്റെ കൂട്ടുകാരി ആബിദ. അവൾക്ക് ഒരുത്തിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ ഇവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കാണാൻ അടിപൊളിയായിരുന്നു. ഇവളാണെങ്കിൽ കുറച്ച് കറുത്തിട്ട് നല്ല ഭംഗിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും നടപ്പും ഷോക്കും ഒരു കുറവില്ലായിരുന്നു. ഐശ്വര്യ റായ് ആണെന്നാണ് അവളുടെ വിചാരം. അങ്ങനൊരു ദിവസം അവൾ എന്നോട് അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴേ അറിയായിരുന്നു അത് നടക്കില്ലെന്ന്. എന്നാലും ഞാൻ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഞാനും അവളും കൂടി അവൻ്റെ കടയിൽ പോയി അവനൊരു ലവ് ലെറ്റർ കൊടുത്തു. സോറി, അവനെപ്പറ്റി പറയാൻ മറന്നു. കോളേജിൽ നിന്നും വരുന്ന വഴിയിലെ ഒരു ഫാൻസി ഷോപ്പിലാണ് യാസീർ വർക്ക് ചെയ്യുന്നത്. എന്നും ഞങ്ങൾ അവൻ്റെ കടയുടെ മുന്നിലൂടെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാ അവനെ. അങ്ങനെ ആ ലെറ്റർ അവൻ ഒരു മടിയും കൂടാതെ അവളിൽ നിന്നും വാങ്ങി. പിന്നീട് അങ്ങോട്ട് അവർ കാമുകന്മാരായി വിലസിലങ്ങ് തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു ഇതധികം നാൾ ഉണ്ടാകില്ലെന്ന്. കാരണം ആ ചെക്കൻ്റെ സ്വഭാവം കുറച്ച് മോശമായിരുന്നു. കടയിൽ വരുന്ന പെൺകുട്ടികളോടെല്ലാം അവൻ എപ്പോഴും ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഉദ്ദേശം പ്രണയമല്ലായിരുന്നു. പല പെൺകുട്ടികളും അവൻ്റെ പിറകെ ഉള്ളതുകൊണ്ട് കിട്ടുന്നതിനെല്ലാം പരമാവധി ചവച്ചു തുപ്പുക എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. ആബിദയും ഇതെല്ലാം കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ എന്നാലും അവൾ അവൻ്റെ പിറകെ തന്നെയാ. അങ്ങനൊരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ കാണുന്നില്ല. ഞാൻ അവളുടെ ക്ലാസ്സിലെ അവളുടെ കൂട്ടുകാരനോട് ചോദിച്ചു, ഡി, ആബിദ എവിടെ പോയി? അവളെ കാണുന്നില്ലല്ലോ. അവളിന്ന് ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായി. പിന്നെ എനിക്ക് വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് അവൾ പോയി. പോയോ? എങ്ങോട്ട് പോയി? ഞാൻ അവരോട് ചോദിച്ചു. അറിയില്ല, വീട്ടിലേക്കായിരിക്കും. ആണോ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവൾക്ക് കൂട്ടിന്? ഇല്ല, അവൾ ഒറ്റയ്ക്കാണ് പോയത്. അല്ല, അവൾ മിസ്സിനോട് പറഞ്ഞിട്ടാണോ പോയത്? ഞാൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ അവൾ ആ ഫാൻസിയുടെ മുന്നിൽ എന്നെ കാത്തു നിൽക്കുന്നു. ഡി, നീ എന്താടി ഇവിടെ നിൽക്കുന്നത്? ഇന്ന് നീ ക്ലാസ്സിൽ കയറിയില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലടി, ഇന്നൊരു രസമില്ലായിരുന്നു, ഞാനിങ്ങോട്ട് പോന്നു. എങ്ങോട്ട്? ഇങ്ങോട്ടോ? അതേടി, അവൻ പറഞ്ഞു ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ചിരിക്കാന്ന്. ഓ, എന്നിട്ട് മോൾ സംസാരിച്ചിരുന്നോ? അവൾ നാണത്തോടെ തല താഴ്ത്തി എന്ന് മൂളി. ഇത്രയും നേരം സംസാരിച്ചെങ്കിൽ അതൊരു വല്ലാത്ത സംസാരമായിരിക്കുമല്ലോടി, ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോടി, കളിയാക്കാതെ. അല്ലടി, ഇത്രയും നേരം നീ അവൻ്റെ കൂടെ ഇരുന്നിട്ടും ആരും കണ്ടില്ലേ നിന്നെ? കടയിൽ വേറെ ആരും വന്നില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലടി, അങ്ങനെ കാണാൻ പറ്റില്ല. കടയുടെ ബാക്കിൽ ഒരു മുറിയുണ്ട്, ഞാൻ അവിടെയായിരുന്നു. ഓ, അപ്പോൾ സംസാരം മാത്രമായിരിക്കില്ലല്ലോ നടന്നിട്ടുള്ളത്. ഞാൻ ചുമ്മാ അവളുടെ മനസ്സറിയാൻ ഒന്ന് തട്ടി നോക്കി. എടി, അത് പിന്നെ അവൻ ഒരുപാട് ഇഷ്ടമായി എന്നെ. അവൻ ചില ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഓർത്തപ്പോൾ എനിക്കും ഒരു രസം തോന്നി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഡി,
നീയാൾ കൊള്ളാലോ. ഇതെല്ലാം നിന്റെ വീട്ടിലറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിനക്കറിയുമോ? ഞാൻ അവളോട് ചോദിച്ചു. ആ, അതാരും അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാലും കുഴപ്പമില്ല. അവനെന്നെ കെട്ടുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. എടി, അതിനവൻ നിന്നെ കെട്ടിയിട്ട് വേണ്ടേ? നിനക്കറിയാലോ അവന് വേറെ പെൺകുട്ടികളുമായി അടുപ്പമുള്ള കാര്യം. ആടി, അതൊക്കെ എനിക്കറിയാം. കെട്ടിയില്ലെങ്കിൽ വേണ്ട. എനിക്കിതുപോലെ വല്ലതൊക്കെ ഇടയ്ക്ക് നടന്നാൽ മതി, അവൾ പറഞ്ഞു. ഏ ഡി, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ചുമ്മാ നിന്റെ ലൈഫ് തന്നെ കളയല്ലേ. അവന്മാർക്ക് ഇതെല്ലാം ഒരു രസമായിരിക്കും. നീയും അതുപോലെ തുള്ളിയാൽ ഭാവിയിൽ പണി കിട്ടും മോളെ, ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ തല താഴ്ത്തി നിന്നു. എല്ലാം അവൾക്ക് മനസ്സിലായെന്ന് എനിക്കും മനസ്സിലായി. അങ്ങനെ അവൾ പിന്നെ എന്നും എൻ്റെ കൂടെ കോളേജിൽ വരാനും പോകാനും തുടങ്ങി. അവൻ്റെ കടയിലേക്ക് നോക്കാൻ പോലും അവൾ മടി കാണിച്ചു. പക്ഷേ അവളെ കാണാൻ അവനെന്നും ഞങ്ങൾ പോകുന്ന നേരം പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങി. പക്ഷേ അവൾ അവനെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. അവൾ നോക്കാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ നോട്ടമെല്ലാം എന്നെയായിരുന്നു. ഞാനും അറിയാതെ അവൻ്റെ നോട്ടത്തിൽ വീണുപോയെങ്കിലും ഞാൻ എന്നെ തന്നെ അടക്കി നിർത്തുമായിരുന്നു ആ സമയം. അങ്ങനെ ഒരു ദിവസം കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവളെ കാണുന്നില്ല. ഞാൻ അവളെ വിളിച്ചു നോക്കി. അന്നവൾ പറഞ്ഞു അവൾ വരുന്നില്ല, പനിയാണെന്ന്. ഞാനതും വിശ്വസിച്ച് കോളേജിലേക്ക് പുറപ്പെട്ടു. കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ഗീത പറഞ്ഞു, എടി, നിൻ്റെ കൂടെ വരുന്ന ആബിദയില്ലേ, അവള് ആ സ്വപ്ന ഫാൻസിയുടെ മുന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഏ, ആബിദയോ? അവൾക്ക് പനിയാണല്ലോ, ഇന്ന് വരുന്നില്ലെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. ആ, അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ വരുമ്പോൾ കണ്ടതാ, അവൾ പറഞ്ഞു. ഇവൾ പിന്നെയും തുടങ്ങിയോ ഈ പരിപാടി? ഞാൻ അവളെ വിളിച്ചു നോക്കി, പക്ഷെ അവൾ കോളെടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ അവിടെ നോക്കി. അവൾ കടയ്ക്കുള്ളിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൾ അവിടെ ഒളിച്ചു. ഞാൻ പോയതിനു ശേഷം അവളിൻ്റെ പിറകിലുള്ള ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. പിന്നീട് അവളതൊരു പതിവാക്കി. അവസാനം എൻ്റെ കല്യാണത്തിന് 2 മാസം മുമ്പ് ഒരു ഗൾഫുകാരനെ കെട്ടി ഇപ്പോൾ അവൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവളൊക്കെ അങ്ങനെ നടന്നപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എന്ത് നടക്കുകയാണെങ്കിലും അത് സ്വന്തം കെട്ടാനായിട്ട് മാത്രമായിരിക്കുമെന്നും. അന്ന് അത്രയും ആഗ്രഹങ്ങളില്ലെങ്കിലും കാലം കടന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങളും കൂടിക്കൂടി വരാൻ തുടങ്ങി. പക്ഷെ ആ സമയം എൻ്റെ ആഗ്രഹം മനസ്സിലാക്കാനും സഹായിച്ചു തരാനും അങ്ങേർക്ക് അറിയില്ലായിരുന്നു. അങ്ങേരുടെ ഉമ്മ ആളൊരു കില്ലാടിയാണ്. തൊട്ടതിനും പിടിച്ചതുമെല്ലാം ദേഷ്യം കൊണ്ട്. അതിപ്പോൾ എന്നോടാണെങ്കിലും അങ്ങേരുടെ ഉപ്പയോടാണെങ്കിലും അങ്ങനെ തന്നെ. രാവിലെ എഴുന്നേറ്റാൽ മുതൽ വയ്യാത്ത അനിയൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കും. അതെല്ലാം ഒന്ന് കഴിഞ്ഞു വരുമ്പോഴേക്കും ഉച്ചയാകും. പിന്നെ തള്ള എൻ്റെ മേലോട്ട് വരും. അതുണ്ടാക്കില്ല, ഇതുണ്ടാക്കില്ല, അടിച്ച് വാരിയില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം സഹിച്ച് ഞാൻ ആ വീട്ടിൽ തുടരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് എൻ്റെ അമ്മായപ്പനാണ്. ഉമ്മ എന്ത് ചീത്ത പറഞ്ഞാലും ഉടനെ എന്നെ വന്ന് സമാധാനിപ്പിക്കാനും എൻ്റെ ഭാഗത്ത് നിൽക്കാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒരനാവശ്യ നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല മൂപ്പര്. പക്ഷേ ചില സമയങ്ങളെല്ലാം മൂപ്പരറിയാതെ ഞാൻ നോക്കിയിട്ടുണ്ട് പല തവണ. അതിനുള്ള കാരണം ആ പൗരുഷം തന്നെ. ചെറുപ്പം മുതലേ എല്ലാ ജോലിയും ചെയ്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ നല്ല ഉരുക്കുപോലെ ശരീരപ്രകൃതമായിരുന്നു എൻ്റെ അമ്മായിയപ്പന്. അങ്ങനെ ഒരു ദിവസം രാവിലെ മകൻ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ, ഇന്ന് ഉച്ചയ്ക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട്, എന്തായാലും വരണം. വന്നില്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ കേട്ടില്ല എന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ വീട്ടുജോലിയെല്ലാം തീർത്ത് പോകാനായിട്ട് ഒരുങ്ങി. സ്കൂള് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ അടുത്തുള്ള വീട്ടിലെ വീണ ചേച്ചിയുടെ കൂടെ ഞാനും ആ ഓട്ടോയിൽ കയറിപ്പോയി. വീണ ചേച്ചിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അവരുടെ മകനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. സ്കൂളിലെത്തി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വേറെ എവിടെയോ പോകാനുള്ളത് കൊണ്ട് അവരങ്ങോട്ട് പോയി. ഞാൻ സ്കൂളിൻ്റെ മുന്നിൽ നിർത്തിയിട്ട ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോന്നു. ആ ഡ്രൈവറാട്ടെ ഒടുക്കത്തെ നോട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നായിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ വീടെത്തി. വീടിൻ്റെ മുറ്റത്തോട്ട് അയാൾ ഓട്ടോ നിർത്തി. ഞാൻ ഇറങ്ങി അയാളോട് എത്രയായെന്ന് ചോദിച്ചു. അയാൾ 50 രൂപ പറഞ്ഞപ്പോഴേക്കും അമ്മായിയപ്പൻ അങ്ങോട്ടേക്ക് വന്നു.
എത്രയായി എന്ന് അമ്മായപ്പൻ അയാളോട് ചോദിച്ചു. അത് 50 രൂപയായെന്ന് അയാൾ അമ്മായപ്പനോട് പറഞ്ഞു. 50? ആ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോഴേക്കും 50 സാധാരണ എല്ലാവരും 30 വാങ്ങാറുള്ളൂ. നിനക്കെന്താ ഒരു 50ൻ്റെ കണക്ക്? അത് പിന്നെ ചാർജെല്ലാം കൂടിയില്ലേ, ജീവിച്ച് പോകണ്ടേ? അയാൾ അമ്മായച്ചനോട് പറഞ്ഞു. ആ ശരി, ഒരു 40 വാങ്ങിക്കോ മോളെ, അവനൊരു 40 കൊടുത്തേക്ക്, അമ്മായപ്പൻ പറഞ്ഞു. ഞാൻ അത് കേട്ട് ആ ഓട്ടോ ഡ്രൈവർക്ക് 40 കൊടുത്തു. അയാളത് മേടിച്ച് പോകുമ്പോൾ അമ്മായപ്പൻ അയാളോട് ചോദിച്ചു, ഡാ നിൻ്റെ ഉപ്പ നാട്ടിലുണ്ടോ? അത് കേട്ട് അയാൾ പറഞ്ഞു, ഇല്ല, വന്നിരുന്നു, 2 ദിവസം മുമ്പ് പോയെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അയാളങ്ങ് പോയി. ഞാൻ അമ്മായപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് അവനെ അറിയോ? ആ എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ്റെ മകനാ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ ഉണ്ടല്ലോ, എന്താ പ്രശ്നം എന്നോട് പറ, അമ്മായപ്പൻ പറഞ്ഞു. അത് അവൻ വല്ലാത്തൊരു കോഴി തന്നെയാണ്. സ്കൂളിൻ്റെ അവിടെ തൊട്ട് തുടങ്ങിയ നോട്ടമ്മ, എവിടെയൊന്ന് എത്തിക്കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആര്? അവനോ? അവൻ്റെ അപ്പൻ അത്രക്കാരനൊന്നും അല്ലല്ലോ. ആ, അപ്പൻ ചിലപ്പോൾ അത്രക്കാരനൊന്നും അല്ലായിരിക്കും, പക്ഷെ മകൻ വെറും പോക്ക. ശരി, ഇനി നീ അവനെ വിളിക്കാൻ പോകണ്ട. അവന്മാരുടെ മനസ്സിലെല്ലാം എന്താണെന്ന് ആർക്കറിയാം, അമ്മായപ്പൻ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ അകത്തേക്ക് നടന്നു. അല്ല, ഇത്രയും ഇറങ്ങിയതൊക്കെ ഇട്ടാൽ പിന്നെ ആരാ നോക്കാത്തത്? അമ്മായപ്പൻ പിന്നിൽ നിന്നും പറഞ്ഞു കേട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇനിയെങ്കിലും പുറത്തു പോകുമ്പോൾ കുറച്ച് ലൂസുള്ളതൊക്കെ ഇട്ടു പോ, ഇതിപ്പോൾ എല്ലാം പുറത്തേക്ക് പോകുമല്ലോ. അമ്മായപ്പൻ അത് പറഞ്ഞതും ഞാൻ എന്നെ ഒന്ന് അടിപിടി നോക്കി. ശരിയാണല്ലോ, ഈ പർദ്ദ ഇത്രയ്ക്ക് ടൈറ്റായോ? ഞാൻ മനസ്സിൽ വിചാരിച്ചു. മോളെ, അവനിവിടെ ഇല്ലാത്തതാ. ഇനിയെങ്കിലും ആ വെട്ടും കെട്ടുമൊക്കെ ഒന്ന് മറച്ചു വെക്ക്, ഇല്ലെങ്കിൽ കുറേ പേരുടെ ഉറക്കം നഷ്ടമാകും. അമ്മായപ്പൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ ആകെ എന്തോ പോലെ തോന്നി. ഞാൻ വേഗം റൂമിലേക്ക് പോയി. അന്ന് രാത്രി ഞാൻ TV കാണുമ്പോൾ അമ്മായപ്പൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. സാധാരണ അമ്മായപ്പൻ ഇങ്ങനെ ഇരിക്കാറുള്ളതാണ്. ഇത് കണ്ട അമ്മായിയമ്മയ്ക്ക് അത് തീരെ പിടിച്ചില്ല. മതി കണ്ടത്, നേരം കുറേയായി, ഇനി പോയി കിടക്കാൻ നോക്ക്, അമ്മായിയമ്മ എന്നോട് പറഞ്ഞു. എനിക്കതൊരുപാട് സങ്കടമായി. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സങ്കടത്തോടെ പോകുന്നത് കണ്ട് അമ്മായപ്പൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മായപ്പനും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. അഥവാ മിണ്ടിയാൽ അപ്പോൾ അവിടെ ഒരു കലഹം നടക്കും. അത് അമ്മായപ്പൻ അറിയാം. അങ്ങനെ ഞാൻ പോയി കിടന്നു. ഒരു 10 മണിയായപ്പോൾ മലേഷ്യയിൽ നിന്നും ഇക്ക വിളിക്കാൻ തുടങ്ങി. മകൻ ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം ഓരോന്നായി പറഞ്ഞു. എല്ലാത്തിനും ഇക്ക ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മായപ്പൻ അടുത്തുള്ള റൂമിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അമ്മായപ്പൻ കേൾക്കാനായി ഓരോന്ന് ഇക്കയോട് സംസാരിക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും ഒന്ന് വരുമോ? എനിക്കിവിടെ ബോറടിക്കുന്നു. എത്രയെന്ന് വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഞാനിത് അമ്മായപ്പൻ കേൾക്കുന്ന വിധത്തിൽ ഒച്ചയോടെയാണ് ഇക്കയോട് പറഞ്ഞത്. എന്തിനാടി നീ ഇത്രയും ഒച്ചയിൽ സംസാരിക്കുന്നത്? ഇക്ക എന്നോട് ചോദിക്കുകയും ചെയ്തു. അത് പിന്നെ ഇക്ക, ഇവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇക്കക്ക് കേൾക്കാൻ വേണ്ടിയാ. ഓ അതാണോ? ഇക്ക പറ, ഇക്ക എന്നാ വരുന്നത്? ഞാൻ ചോദിച്ചു. എടി, ഇവിടെ ആളില്ല, ഞാൻ വരാം, നീ ഒന്ന് ക്ഷമിക്ക്. ഞാനിപ്പോൾ ഓടി വന്നിട്ട് എന്തിനാ? നീയല്ലേ പറഞ്ഞത് നമുക്ക് ഒരു മകൻ മതിയെന്ന്? ഓ, മകൻ ഒന്ന് മതിയെന്ന് പറഞ്ഞ് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇതിപ്പോൾ എത്ര കാലമായി വല്ലതും നടന്നിട്ട് അവസാനം വല്ലതും സംഭവിച്ചിട്ട് എന്നെ പറയരുത്. ഞാൻ കുറച്ച് ഒച്ചത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു. ഇതെല്ലാം അമ്മായപ്പൻ അവിടെ നിന്നും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇക്ക പറഞ്ഞു. പിന്നെ കൂടാതെ നിങ്ങൾക്കെല്ലാത്തിനും അവിടെ ആളുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ എനിക്കങ്ങനെയല്ല. ഞാനും ചോരയും നീരുമുള്ളൊരു പെണ്ണാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുറേ കാലമായല്ലോ ഞാനിത് കേൾക്കുന്നത്. മോനെ, ഞാൻ ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? അന്നാ ഫോട്ടോ കണ്ടതൊക്കെ ഞാൻ മറന്നെന്ന് വിചാരിച്ചോ നിങ്ങൾ?
എടി അതന്ന് അറിയാതെ സംഭവിച്ചു പോയി. അതിന് ഞാൻ നിന്നോട് മാപ്പും പറഞ്ഞില്ലേ. മാപ്പ് കോപ്പാണ്. നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും ആകാം. ഞങ്ങളൊന്ന് ഒരാണിനോട് മിണ്ടിയ അപ്പോൾ കുറ്റം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.